ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പോ ഗുഡ് ബാഡ് അഗ്ലി. അപ്പൊ ഈ മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഗുഡ് ബാഡ് അഗ്ലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ ലോകത്ത് നടക്കാത്ത ഒരു മൂവിയാണ്. ഒരു ഡിഫറെന്റ് യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു മൂവി തന്നെ ഗുഡ് ബാഡ് അഗ്ലി. കാരണം നിങ്ങൾ മൂവി കാണാൻ പോവുകയാണെങ്കിൽ ലോജിക്കും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകാണ്ടിരിക്കണേ നല്ലത്. കാരണം ലോജിക് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൂവി ഒരിക്കലും എൻജോയ് ചെയ്യില്ല. കാരണം ദിസ് ഈസ് എ സെലിബ്രേഷൻ മൂവി. നിങ്ങൾ ആളുടെ മാർക്ക് ആന്റണി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാർക്ക് ആന്റണിയിലൊക്കെ പറഞ്ഞ ഒരു ഫിക്ഷൻ ടൈപ്പ് മൂവിയാ. ആ സെയിം സംഭവമാണ് ഇതില്. ഇതൊന്നും ഈ ഭൂമിയിൽ നടക്കാത്ത സംഭവമാണ്. പക്ഷേ മൂവി വാസ് വെരി മീൻസ് ഫെസ്റ്റീവ് മൂഡായിരുന്നു. പിന്നെ ഒരു പാക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അജിത് ഫാൻസിന്റെ ഒരു പാക്ഡ് തിയേറ്ററിൽ നിങ്ങൾ ഈ മൂവി കാണുകയാണെങ്കിൽ യു വിൽ റിയലി എൻജോയ് ഇറ്റ്. കാരണം ഇതൊരു ഫെസ്റ്റീവ് മൂഡ് പരിപാടിയാണ്. കാരണം ഫെസ്റ്റീവ് മൂഡിൽ നമ്മൾ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കില്ല. ജസ്റ്റ് വേണ്ട ടു ഷോ. അപ്പൊ ഇതില് ഫുൾ അജിത് ഷോ തന്നെയായിരുന്നു. പിന്നെ ആളുടെ പണ്ടത്തെ മൂവിന്റെ കുറെ റെഫറൻസസ്, വേതാളമായാലും അല്ലെങ്കിൽ ബില്ല, എല്ലാ പരിപാടികള് ഈ മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡയറക്ടർ അജിത്തിന്റെ വലിയൊരു ഫാൻ തന്നെയാണ്. ഞാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടം തലാന്ന് തന്നെ വിളിക്കാം. പക്ഷെ ആള് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ആളിനെ തലാന്ന് പറഞ്ഞ് ആളിനെ തലാന്ന് മെൻഷൻ ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തല വിട്ടിട്ട് ആളിനെ AK. കാരണം ഫുൾ മൂവിയിൽ AK. കാരണം ഒരു ഫാൻ ബോയ് ഉണ്ടാക്കുന്ന മൂവി ആയ കാരണം ആളുടെ പെർസ്പെക്റ്റീവിലാണ് മൂവി പോകുന്നത്. അപ്പോ ഫുൾ AK പരിപാടികൾ തന്നെയാണ്. പിന്നെ ആളുടെ ഒരു ഐ തിങ്ക് സോ CG പരിപാടികൾ പിടിച്ചിട്ടുണ്ട് ഫോർ DAG. ഞാൻ ആദ്യം വിചാരിച്ചത് CG പരിപാടിയിൽ പിടിച്ചിട്ടില്ല. പക്ഷെ CG പരിപാടിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റ് വാസ് ബ്രില്യന്റ്. ആ CG പരിപാടികളൊക്കെ ഭയങ്കര ഇപ്പൊ DAGing ലുക്കൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന സംഭവങ്ങളായിരുന്നു. പിന്നെ പാട്ടിലേക്ക് വന്നാലും GV പ്രകാശ് ആണ് തോന്നുന്നു പാട്ട്. അപ്പൊ പാട്ട് വാസ് വെരി ഗുഡ്, ഫൈൻ. ആൻഡ് പറഞ്ഞ BGMs ഒക്കെ ഭയങ്കര മൂഡ് തന്നെ, അല്ലെങ്കിൽ ഗൂസ് ബംസ് വരുന്ന കുറെ ഒരു സംഭവങ്ങളുണ്ട് ഇതില്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വീണ്ടും പറഞ്ഞ ലോജിക് കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നിങ്ങൾ മൂവി ഒരിക്കലും എൻജോയ് ചെയ്യില്ല. ആൻഡ് ഇഫ് യു ആർ എ അജിത് ഫാൻ, ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദ മൂവി. കാരണം യു ക്യാൻ എൻജോയ് ദ മൂവി. കാരണം ആളുടെ പണ്ടത്തെ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റെഫറൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പണ്ടത്തെ കുറെ ഹിറ്റ് പാട്ടുകൾ അതും ഈ മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് പറഞ്ഞ ഒരു ഡിഫറെന്റ് പരിപാടി തന്നെ. ആളുടെ തിങ്കിങ്ങും ഡിഫറെന്റ്. കാരണം മാർക്ക് ആന്റണി വാസ് എ ഡിഫറെന്റ് അപ്രോച്ച്. പിന്നെ നമുക്കറിയാലോ, കാർത്തി അല്ല, സോറി, വിശാലും പിന്നെ SJ സൂര്യ, അവരുടെ എനിമിറ്റിയും പിന്നെ അവരുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ മൂവി. ആ സെയിം ഇതിലേക്ക് വരുമ്പോ അജിത് കുമാർ ആദ്യം ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു, പിന്നെ ഒന്ന് ഒതുങ്ങി, പിന്നെ മകന് വേണ്ടി തിരിച്ചു വരുന്നു. ആൻഡ് ഈ മൂവിയില് മെയിൻ ആൾക്കാരൊക്കെ ആൾക്ക് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂവിയിലുള്ളത്. എസ്പെഷ്യലി സുനിൽ, ഷെയ്ൻ ടോം ചാക്കോ. ഷെയ്ൻ ടോം ചാക്കോന്റെ ഒക്കെ ഒരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആളുടെ ഫ്ലാഷ് ബാക്കിലൂടെ നടന്നു വരുന്ന ഒരു സീനുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആളുടെ ഒരു സ്വാഗും നടത്തമൊക്കെ കാണുമ്പോ പറഞ്ഞ ഗൂസ് ബംസ് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ആൻഡ് മൂവി വാസ് വെരി ഗുഡ്. ഐ പറഞ്ഞ തിയേറ്ററിൽ കാണുന്ന മൂവിയാണ്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് മസ്റ്റ്. കാരണം ഈ BGMഉം പിന്നെ ആ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഓക്കെ, OTT വരും, നമുക്ക് ആ മെയിൻ സീൻസ് ഒക്കെ നമുക്ക് ഫോർവേഡ് അടിച്ച് കാണുകയും ചെയ്യാം. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ്. പിന്നെ വിഷുവും കാര്യങ്ങളാണ്, അപ്പൊ എൻജോയ് ചെയ്യേണ്ട സമയമാണ്. ആൻഡ് ഇഫ് യു ആർ എ തല ഫാൻ, സോറി, യു ആർ എ AK ഫാൻ, യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദ മൂവി. സോ വേറെ ഒന്നും പറയാനില്ല. ആൻഡ് ഗുഡ് ബാഡ് അഗ്ലി വാസ് ടു ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൂവിക്ക് പോണ മുമ്പ് ലോജിക് നിങ്ങൾ അലമാരയിൽ പൂട്ടി വെച്ചിട്ട് പോവാ. അതുവരെ നിങ്ങൾക്ക് മൂവി എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ലോജിക്കും കാര്യങ്ങളും, കാരണം ആള് ഒറ്റയ്ക്കാ. ആള് ഭയങ്കര സ്ട്രോങ്ങും കാര്യങ്ങളും അതിന് ജസ്റ്റിഫൈയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഒരു സ്പൂഫ് പരിപാടി വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. സ്പൂഫ് പരിപാടികൾ, സ്വന്തം മൂവിന്റെ സ്പൂഫും പിന്നെ ഞങ്ങളുടെ ഇന്റർവെല്ലിന്റെ മുമ്പ് ഞങ്ങളുടെ സ്വന്തം വിജയന്റെ ഡയലോഗ് ഐ എം വെയിറ്റിംഗ്. അപ്പൊ ആ ഡയലോഗ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ആളുടെ ഡയറക്ഷനും അല്ലെങ്കിൽ ആ റൈറ്റിംഗിന്റെ ഒരു കണ്ടന്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഡിഫറെന്റ് അപ്രോച്ച് അവർ കൊണ്ടുവന്നത് എങ്ങനെയാണ്. പിന്നെ ഞാൻ ടീസർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ, അല്ല സോറി, ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ അജിത്ത് ഇനി ഒരു ഗ്യാപ്പ് എടുക്കാൻ പോകും. അപ്പൊ ആളും വിചാരിച്ചിട്ടുണ്ടാവും
ഞാൻ പോണ മുമ്പ് എന്റെ ഓഡിയൻസിന് എന്തിട്ടെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അജിത് കുമാർ ഫുള്ളി എൻജോയ് ചെയ്തിട്ടാണ് മൂവി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അപ്രോച്ച് ഇല്ലാത്തൊരു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയല്ല ആള് ഒന്നും ചെയ്തത്. കാരണം എല്ലാ മൂവീസ് ആള് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ മൂവിയിൽ ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഡാൻസും പരിപാടിയായാലും ഫൈറ്റും ആയാലും എന്താ പറയാ, ഇറ്റ് വാസ് ടു ഗുഡ് ആൻഡ് ഐ ലവ്ഡ് ഹിം അലോട്ട്. അതുകൊണ്ട് കാണാത്തവരാണെങ്കിൽ മൂവി കാണാൻ തിയേറ്ററിൽ പോയി തന്നെ കാണണം മൂവി. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് വിൽ ബി ദ ബെസ്റ്റ്. അപ്പോ കാണാത്തവരാണെങ്കിൽ കാണുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബുക്ക് ചെയ്യുക ടിക്കറ്റ്. ഓക്കെ. അപ്പോ മൂവി കാണാത്തവരാണെങ്കിൽ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവി കണ്ടവരാണെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റിവ്യൂ വരെ ദിസ് ഇസ് വിമൽ നായർ സൈനിങ്.